ശ്രീ ഗംഗം ഗണപതയേ നമ. ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യാഴരാശി മാറ്റം 2025 മെയ് 14 മിഥുനം രാശിയിൽ 12-ാം കൂറിൽ സഞ്ചരിക്കുമ്പോൾ കർക്കിടകം രാശിക്കൂറായ പുണർദം കാല്, പുണർദത്തിൻ്റെ അവസാന പാദം, പൂയം നക്ഷത്രം, ആയില്യം നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷാനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പരിശോധിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക. തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് കാണുക. വ്യാഴം 2025 മെയ് 14 മുതൽ 2026 ജൂൺ മാസം 1-ാം തീയതി വരെയുള്ള ഒരു കൊല്ലവും 17 ദിവസവുമാണ് 12-ാം കൂറിൽ കർക്കിടകം രാശിക്കൂറുകാർക്ക് ഉണ്ടാകുക. അതിൽ നിന്ന് തന്നെ ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ കർക്കിടകം രാശിക്കൂറിൽ ലഗ്നക്കൂറിൽ വക്രബലത്തിൽ സഞ്ചരിക്കുകയും പിന്നീട് 12-ാം കൂറിൽ മിഥുനം രാശിയിൽ പകരുകയും 2026 ജൂൺ 1 വരെ സഞ്ചരിക്കുകയും ചെയ്യും. ഇക്കാരണത്താൽ വ്യാഴത്തിന് ഈ കാലഘട്ടത്തിൽ വക്രരാശിബലം ശക്തി കൂടുന്നതിനാൽ കർക്കിടകക്കൂറുകാർക്ക് അതീവ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. 6-ാം കൂറിൻ്റെ അധിപനും 9-ാം കൂറിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ചിന്തിക്കുമ്പോൾ എല്ലാ തരത്തിലും ഗുണങ്ങളാണ് അനുഭവത്തിൽ വരിക. ചെലവുകൾ പ്രതീക്ഷിക്കാമെങ്കിലും അതുപോലെ തന്നെ വരവുകളും ഉണ്ടാകും. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും വ്യാഴം 12-ൽ സഞ്ചരിക്കുമ്പോൾ സ്ഥാനഗുണമാണ് ഉണ്ടാകുക. വരവ് തുല്യമായിരിക്കും. അത് വേണ്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെലവുണ്ടാകുക. തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ സ്വന്തം കുടുംബത്തിന് വേണ്ടിയോ മറ്റ് ഇതര വീട് എടുക്കുന്നതിന് വേണ്ടിയോ ഈ കാലഘട്ടത്തിൽ ചിലവാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വരവും ഉണ്ടാകും. വരവുണ്ടെങ്കിൽ അതുപോലെ ചിലവും ഉണ്ടാകും എന്നർത്ഥം. ഈ കാലം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല. തൊഴിലിൽ നല്ലതിനു വേണ്ടിയുള്ള ഇഷ്ടപ്പെട്ട തരത്തിലുള്ള സ്ഥാനഗുണമോ സ്ഥാനമാറ്റമോ ഉണ്ടാകാം. വീട് മാറി താമസിക്കുകയോ പുതിയ വീട് എടുത്ത് മാറുകയോ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരമുണ്ടാകും. 100 രൂപ കിട്ടിയാൽ 100 രൂപ തന്നെ ചിലവാകുന്ന അനുഭവങ്ങളാണ് ഉണ്ടാകുക. ജോലി സംബന്ധമായിട്ടാണെങ്കിലും മറ്റൊരു തരത്തിലാണെങ്കിലും അനുഭവം അതുതന്നെയാണ് ഉണ്ടാവുക. അവനവന് വേണ്ടുന്നതിന് വേണ്ടിയും ചിലവാക്കും. 12-ൽ സഞ്ചരിക്കുന്ന വ്യാഴം ദോഷമല്ല ഉണ്ടാകുക, മറിച്ച് ഗുണങ്ങളാണ് അനുഭവത്തിൽ വരിക. ഇക്കാലത്ത് ദൂരയാത്ര, ഉല്ലാസയാത്ര ഇങ്ങനെയുള്ള സന്തോഷകരമായ യാത്രകൾക്കെല്ലാം പോകുവാൻ സാധിക്കും. മോശപ്പെട്ട രീതിയിൽ ചിലവ് വരാൻ സാധ്യത വളരെ കുറവാണ്. ദുരുപയോഗം ചെയ്യാത്ത കാലത്ത് വരവില്ലാത്തവർക്ക് ചെലവ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള വരവ് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ വരവുണ്ടാകും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. കടം വാങ്ങേണ്ടി വരില്ല. മുമ്പ് എന്തുണ്ട് എന്നല്ല, വ്യാഴം 12-ൽ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു കൊല്ലം 17 ദിവസവും ഇതുപ്രകാരമുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക. 6-ാം കൂറിൻ്റെയും 9-ാം കൂറിൻ്റെയും അധിപനാകുമ്പോൾ തൻ്റെ രോഗത്തിന് വേണ്ടിയോ പിതൃബന്ധുക്കൾക്ക് വേണ്ടിയോ ഈശ്വര കാര്യത്തിന് വേണ്ടിയോ പണം ചെലവാക്കാൻ സാധ്യതയുണ്ട്. പിതാവിന് വേണ്ടിയും ചെലവാക്കേണ്ടതായിട്ട് വരും. ഉന്നത വിദ്യാഭ്യാസത്തിനോ തൻ്റെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനോ പണം ചെലവാകുന്നതാണ്. ദൂരയാത്ര, മറ്റു തരത്തിലുള്ള യാത്രകൾക്ക് വേണ്ടിയും പണം ചിലവാക്കേണ്ടതായിട്ട് വരും. എങ്കിലും അതിന് തക്കതായ വരവും പ്രതീക്ഷിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ വ്യാഴം 12-ൽ സഞ്ചരിക്കുമ്പോൾ കടം വാങ്ങേണ്ടി വരില്ല എന്നർത്ഥം. വരവുണ്ടെങ്കിൽ ചെലവും അതുപോലെ ഉണ്ടാകും. ബിസിനസ് മേഖലയിൽ വരവുണ്ടെങ്കിലും അതുപോലെ ചെലവും ഉണ്ടാകും. വരവും പ്രതീക്ഷിക്കാം. മറ്റൊരു ബിസിനസ് ചെയ്യുന്നവർക്കും അത് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും പുതിയതായി ജോലി തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സ്വദേശം വിട്ട് പോകുന്നവർക്കോ വിദേശത്ത് വേണ്ടി ജോലിക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്കോ അനുകൂലമായ സമയമാണ്. ജോലി ലഭിക്കുകയും ചെയ്യും. 12-ൽ സഞ്ചരിക്കുന്ന വ്യാഴം സ്ഥാനഗുണമാണ് ഉണ്ടാകുക, മറിച്ച് സ്ഥാനഭ്രംശമല്ല. പുതിയ സംരംഭം തുടങ്ങാനോ
പുതിയ കൂട്ടു ബിസിനസ് തുടങ്ങുവാനോ ഇനി സ്വന്തമായി എന്തെങ്കിലും ചെയ്യുവാനോ സാധിക്കുന്ന കാലമാണ്. തൻ്റെ മക്കൾക്ക് വിവാഹത്തിനോ തൊഴിലിനോ ഉന്നത വിദ്യാഭ്യാസത്തിനോ അനുകൂലമായ സമയമാണ്. തൻ്റെ പങ്കാളിക്ക് വേണ്ടിയാണെങ്കിലും അവർക്ക് ജോലിയിലേക്കുള്ള മാറ്റമോ പദവിയോ കിട്ടാനുള്ള സാധ്യത പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഗുണമുള്ള സമയമാണ് ഈ വ്യാഴം 12-ൽ നിന്നാൽ. അല്ലാതെ 12-ൽ നിന്നാൽ ദോഷപ്രദമല്ല വ്യാഴം. ശുഭസ്ഥാനമാണ് യഥാർത്ഥത്തിൽ. ധനു, മീനം സ്വക്ഷേത്ര മൂലക്ഷേത്ര, മകരം നീചരാശിയും കർക്കിടകം ഉച്ചരാശിയുമാണ്. ഉച്ചരാശി ബലവും വക്രരാശി ബലവും കർക്കിടകക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ്. അങ്ങനെ വരുമ്പോൾ 12-ലെ വ്യാഴം എല്ലാ തരത്തിലും പുണർദങ്കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാരായ കർക്കിടകം രാശിക്കൂറുകാർക്ക് 12-ലേക്കുള്ള വ്യാഴസഞ്ചാരം ദോഷങ്ങൾ വളരെ കുറഞ്ഞ് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. വ്യാഴത്തിൻ്റെ ദോഷപരിഹാരത്തിന് വേണ്ടി ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഗുരുസ്ഥാനത്തും പ്രാർത്ഥിച്ച് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള അർച്ചനയും ചെയ്തു വരിക. ഇത് പൊതുഫലമായതിനാൽ അതാത് നക്ഷത്രക്കാരുടെ ജാതക നിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക. തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. എല്ലാവർക്കും ശുഭാശംസകൾ നേരുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.